കൊന്നിച്ചോ സുഹൃത്തുക്കളെ, ഞാൻ നിങ്ങളുടെ സ്വന്തം എക്സ്ട്രാ കോമിക്. നമ്മൾ ഇന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് ടോക്കിയോ റേഞ്ചേഴ്സിന്റെ ചാപ്റ്റേഴ്സ് ആയുള്ള 207, 208, 209 ആണ്. ഗൈസ്, ഇതിനു മുമ്പ് 2 ചാപ്റ്റേഴ്സും കൂടെ ഉണ്ടായിരുന്നു, 205ഉം 206ഉം. പക്ഷെ അത് സൈഡ് സ്റ്റോറീസ് ആണ്. മെയിൻ ആർക്ക് തുടങ്ങുന്നത് ഇവിടം തൊട്ടാണ്. അതുകൊണ്ടാണ് 207 മുതൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. എന്തായാലും ഈ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നെങ്കിൽ നമ്മുടെ പേജ് ഇപ്പൊ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്ക്. അതേപോലെ നിങ്ങളുടെ ടോക്കിയോ റേഞ്ചേഴ്സ് കാണുന്ന ഫ്രണ്ട്സിന് ഒന്ന് ഷെയർ ചെയ്തും കൊടുത്തേക്ക്. അങ്ങനെ 2008 ജൂൺ 6 താക്കെമിച്ചിയുടെ സ്കൂളിലേക്ക് ഓടിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ പുള്ളിയുടെ മനസ്സിൽ കുറേയധികം കാര്യങ്ങൾ ഇങ്ങനെ കടന്നു പോകുന്നുണ്ട്. ഇതിന്റെ അർത്ഥം എന്താണ്? ഞാൻ ടൈം ലിപ്പ് ചെയ്തെന്നാണോ? പക്ഷെ ഇത് 12 വർഷമല്ലല്ലോ, ഇത് 10 വർഷത്തിന് മുമ്പാണ്. ഞാനിപ്പോ ഒരു ഹൈസ്കൂളറാണ്. ഞെട്ടിത്തരിച്ചുകൊണ്ട് നമ്മുടെ താക്കെമിച്ചി അങ്ങനെ സ്കൂളിനകത്ത് കയറി. അവിടെയായിട്ട് അവന്റെ കൂട്ടുകാരെല്ലാരും തന്നെ ഇരിപ്പുണ്ടായിരുന്നു. പെട്ടെന്ന് താക്കെമിച്ചിയുടെ മുഖത്ത് ആരോ ഒന്ന് കൈയിടുന്നുണ്ട്. താക്കെമിച്ചി നോക്കുന്നുണ്ട്, പക്ഷെ ആരാന്ന് മനസ്സിലാകുന്നില്ല. നമ്മുടെ മുടിയൊക്കെ വളർത്തിയിട്ടുണ്ട്. താക്കെമിച്ചിനെ നന്നായിട്ട് അറിയാവുന്ന ആരോ പോലെയാണ് സംസാരിക്കുന്നത്. പക്ഷെ താക്കെമിച്ചിക്ക് ഇത് ആരാണെന്ന് മനസ്സിലാകുന്നില്ല. പെട്ടെന്നാണ് അവനത് ആ കാര്യം കത്തിയത്. അത് നമ്മുടെ ഹക്കയായിരുന്നു. പുള്ളിക്കാരൻ മുടിയൊക്കെ നീട്ടി വളർത്തി പുള്ളിക്കാരന്റെ ലുക്ക് തന്നെ അങ്ങോട്ട് മാറ്റിക്കളഞ്ഞു. താക്കെമിച്ചിക്ക് വിശ്വസിക്കാൻ സാധിക്കുന്നേ ഇല്ലായിരുന്നു. അത് കഴിഞ്ഞപ്പോൾ താക്കെമിച്ചി നമ്മുടെ ചിഫുവിനെ പറ്റി തിരക്കി. എന്നിട്ട് അവന്റെ ക്ലാസ് റൂമിലേക്ക് ഓടുമായിരുന്നു. ചിഫുവിനെ കണ്ടതും താക്കെമിച്ചിയുടെ കണ്ണുകൾ കുടുകുടാന്ന് ഒഴുകാൻ തുടങ്ങും. ചിഫുയ, ഞാൻ ഫ്യൂച്ചറിലുള്ള മൈക്കായിട്ട് ഹാൻഡ് ഷേക്ക് ചെയ്ത് ഞാൻ വീണ്ടും തിരിച്ചു. നീ ഫ്യൂച്ചറിൽ നിന്ന് വന്നത് താക്കെമിച്ചിയല്ലേ? ഞാൻ ഫ്യൂച്ചറിൽ നിന്നാണ് വന്നത്. പക്ഷെ എന്തിന് കാര്യം എന്താ? എനിക്കും കറക്റ്റായിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞോട്ടോ. പക്ഷെ അവൻ എന്നോട് ഹെൽപ്പ് ചെയ്യാനാണ് പറഞ്ഞത്. അങ്ങനെയാണെന്ന് തോന്നുന്നു ഞാൻ വന്നത്. ഇതേ സമയം മറ്റൊരു സ്ഥലത്ത് നമ്മുടെ ഹജിമെ കൊക്കണോ ഒരു തന്നെ ചവിട്ടി താഴെ ഇട്ടിരിക്കുവാണ്. അതേ സമയത്ത് തന്നെ അവിടെ സൻസു ഉണ്ടായിരുന്നു. സൻസു പറയുന്നുണ്ട്, നമ്മുടെ ബോസിന്റെ ആ ഒരു പേര് കത്ത് കയറുന്നുണ്ടല്ലേ. എന്നിട്ട് നമ്മുടെ മൈക്കിനാണ് കാണിക്കുന്നത്. അവൻ കുറെ അധികം പേര് ഇടിച്ചിട്ടിട്ട് അതിനെ നടുക്ക് കയറി നിൽക്കുവാണ്. എന്നാൽ പെട്ടെന്ന് മൈക്കി തന്റെ കൈകൾ നോക്കിയിട്ട് പറയുന്നുണ്ട്, താക്കെമിച്ചി, സോ നീ തിരിച്ചു വന്നല്ലേ? താക്കെമിച്ചി, ഞാനൊരു കാര്യം പറയട്ടെ, മൈക്കിയാണ് നിന്റെ ട്രിഗറെങ്കിൽ നിനക്ക് അത്ര പെട്ടെന്നൊന്നും തിരിച്ച് ഫ്യൂച്ചറിലേക്ക് പോകാൻ സാധിക്കത്തില്ല. ഓ, അങ്ങനെ ഒരു കാര്യം ഉണ്ടല്ലേ? ആ കാര്യം ഞാൻ വിട്ടുപോയി. അല്ല, മൈക്കി ഇപ്പൊ എവിടെയാണുള്ളത്? പക്ഷെ ചീഫുയ്ക്ക് അതിനുള്ള ഉത്തരം പെട്ടെന്ന് കൊടുക്കാൻ സാധിച്ചില്ല. അത് കഴിഞ്ഞപ്പോൾ നമ്മുടെ താക്കെമിച്ചിയുടെ കൂട്ടുകാരനായ യാമാജിഷി അവിടേക്ക് വരുന്നുണ്ട്. എന്നിട്ട് അവൻ എല്ലാ കാര്യങ്ങളും താക്കെമിച്ചിക്ക് പറഞ്ഞു കൊടുക്കാന്ന് പറയും. ശ്രദ്ധിച്ചു കേട്ടോ താക്കെമിച്ചി, തോമാനെ ഇപ്പൊ ഡിസ്മാൻഡ് ചെയ്തിട്ട് 2 വർഷമായി. പക്ഷേ ഈ 2 വർഷം കൊണ്ട് ഇവിടെ നന്നായിട്ട് തന്നെ മാറിയിട്ടുണ്ട്. ഇവിടുത്തെ മാപ്പ് തന്നെ മാറിപ്പോയി. ചുരുക്കം പറഞ്ഞാൽ ഇവിടെ ഒരു കേസ് ആണ് നടക്കുന്നത്. അതായത് അവർ പോയി കഴിഞ്ഞ് കുറേയധികം ടീംസ് മുമ്പിലേക്ക് വന്ന് അവരാണ് ഏറ്റവും വലിയ പവർസ് ഒന്ന് തെളിയിക്കാൻ. പക്ഷെ അതൊന്നും അധിക നാൾ നിന്നില്ല. കാര്യം 3 ടൈറ്റൻസ് ഇവിടേക്ക് വന്നപ്പോൾ അത് എല്ലാം തന്നെ നീർന്നു. 3 ടൈറ്റൻസോ? നീ എന്തേ പറയുന്നു? അതേ താക്കെമിച്ചി, 3 പേർ. അതിൻ്റെ അകത്ത് ഒരാൾ വന്നിരിക്കുന്നത് മിനറ്റോ വാർഡിൽ നിന്നാണ്. അവനെ അൺറൈവൽഡ് എന്നാണ് വിളിക്കപ്പെടുന്നത്. അവന്റെ പേര് സൗത്ത് ടെറാനോ എന്നാണ്. രണ്ടാമത്തെ ആൾ വന്നിരിക്കുന്നത് ഷിൻജുക്ക് വാർഡിൽ നിന്നാണ്. കണ്ടവരെല്ലാവരും പറയുന്നത് അവനാണ് ഏറ്റവും വലിയ സ്ട്രോങ്സ്റ്റ് എന്നാണ്. അത് ഒരു ബോസ് ആണ്, സെഞ്ചു. ആൻഡ് മൂന്നാമത്തെ ആള് മറ്റാരുമല്ല, ഷിബുയ വാർഡിൽ നിന്ന് വന്നിട്ടുള്ള ദി ഇൻവിസിബിൾ മൈക്കി അല്ലെങ്കിൽ മാഞ്ചിറോ സാൻ. ഇവർ 3 പേരും ഉള്ളതുകൊണ്ടാണ് ഇപ്പൊ ഇവിടെ വലിയ കുഴപ്പമൊന്നും ഇല്ലാതെ പോകുന്നത്. ഈ ഇറയിലെ തന്നെ 3 ഡീറ്റീസ് എന്നാണ് ഇവർ അറിയപ്പെടുന്നത്. ഇത് മൈക്കിനെ പോലെയുള്ള വേറെ 2 പേർ കൂടി ഉണ്ടെന്നോ? എനിക്കിത് വിശ്വസിക്കാൻ പറ്റുന്നില്ല. എന്നിട്ട് താക്കെമിച്ചി കുറേയധികം കാര്യങ്ങൾ ആലോചിക്കുന്നുണ്ട്. കാര്യം മൈക്കിയുടെ ഏറ്റവും പ്രിയപ്പെട്ടവർക്ക് ഒരു കുഴപ്പവും വരാതിരിക്കാൻ വേണ്ടിയാണ് പുള്ളിക്കാരൻ ഒരു പുതിയ ഗ്യാങ് തന്നെ ക്രിയേറ്റ് ചെയ്തത്. മൈക്കിനെ കുറിച്ച് ആലോചിച്ചിരിക്കുന്നത് ചിഫുയ ഒരു കാര്യം പറയുന്നുണ്ട്. താക്കെമിച്ചി, എനിക്കറിയാം നീ മൈക്കിനെ കുറിച്ചാണ് ആലോചിച്ചിരിക്കുന്നത്. എനിക്കറിയാം നിനക്ക് കുറെ ടെൻഷൻ ഉണ്ടെന്ന്. പക്ഷേ ആദ്യം നീ മറ്റൊരാളെ കാണണ്ടേ? അത് നമ്മുടെ ഹിനയായിരുന്നു കേട്ടോ. താക്കെമിച്ചി ഹിനയുടെ തൊട്ട് ഫ്രണ്ടിൽ പോയി ഇങ്ങനെ തലയും കൊമ്പിട്ട് നിന്നിട്ട് കിടന്ന് കരഞ്ഞു പറയുന്നുണ്ട്, എന്നോട് ക്ഷമിക്ക് ഹിന, ഞാൻ നമ്മുടെ കല്യാണത്തിന്റെ അന്ന് തന്നെ അവിടെ നിന്ന് ഒളിച്ചോടി ഞാൻ മരിക്കുകയും ചെയ്തു. ഹിനയെ ഞെട്ടുന്നുണ്ട് ഇവൻ ഫ്യൂച്ചറിൽ നിന്ന് തിരിച്ചു വന്നാണെന്ന് ചോദിച്ചുകൊണ്ട്. എന്നിട്ട് അവർ 2 പേരും കൂടെ ഒരു സ്ഥലത്ത് പോയി എല്ലാ കാര്യങ്ങളും പറയുന്നുണ്ട്. എന്നിട്ട് താക്കെമിച്ചി പറയുന്നുണ്ട്, ഹിന, എനിക്ക് തോന്നുന്നു മൈക്കിനും കൂടെ ഞാൻ രക്ഷിക്കണം, അല്ലാതെ ഇതൊന്നും തീരത്തില്ലെന്നാണ്. അപ്പൊ ഹിന പറയുന്നുണ്ട്, നീ പേടിക്കണ്ട, നീ എന്ത് ചോയ്സ് ചെയ്താലും എത്രയൊക്കെ മോശമായൊരു ഫ്യൂച്ചറിൽ പോയാലും നിന്റെ ചോയ്സ് ഞാൻ റെസ്പെക്ട് ചെയ്തിരിക്കും. ഹിനയോട് നന്ദി പറഞ്ഞിട്ട് എന്റെ താക്കെമിച്ചി പറയുന്നുണ്ട്, പേടിക്കണ്ട, ഇത്തവണ ഞാൻ എല്ലാം റെഡിയാക്കും. ഇത്തവണ ഞാൻ മൈക്കിനെ എങ്ങനെ പോയാലും നന്നാക്കിയിട്ടിരിക്കും. ചിഫുയെ, ഒരു ഐഡിയ പറഞ്ഞാ ഞാൻ എങ്ങനെ എന്റെ മൈക്കിനെ ഡിഫീറ്റ് ചെയ്യാൻ പോകുന്നത്? നീ എന്നെ കളിക്കാൻ പോകുവാണ്, നിനക്ക് ഇത് സീരിയസ് ആക്കി എടുത്തോട്ടെ. ഞാൻ സീരിയസ് ആയിട്ട് പറയാണ്, എനിക്ക് മൈക്കിനെ ഡിഫീറ്റ് ചെയ്യാൻ ഒരു ഐഡിയ നീ പറഞ്ഞതാ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആദ്യം നമുക്ക് എല്ലാവരും കൂട്ടുപിടിക്കണം. അല്ലാതെ പിന്നെ ടോക്കിയോ മഞ്ചി ഇപ്പൊ ഇല്ലടാ. അതുകൊണ്ട് എല്ലാവരും പല പല വഴിക്കാണ്. മൈക്കായിട്ട് ഫൈറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ കുറച്ചധികം പവർഫുൾ ആയ ആൾക്കാർ നമ്മുടെ കൂടെ വേണ്ടേ. വീട്ടിൽ ഹക്കൈ എവിടേക്ക് വന്നിട്ട് ഇവർ 2 പേരെ ഒരു സ്ഥലത്തേക്ക് വിളിക്കുന്നുണ്ട്. പക്ഷെ താക്കെമിച്ചി അത് പറയത്തില്ല. ഹക്കയോട് പറയത്തേ ഇല്ല. അവർ ചെന്നത് ഒരു ഗ്യാങ്സ്റ്ററിന്റെ ഓഫീസ് റൂം പോലെ ഇരിക്കുന്ന ഒരു സ്ഥലത്തേക്കാണ്. പക്ഷെ അത് ഗ്യാങ്സ്റ്റർ ഒന്നും അല്ലായിരുന്നു, അവിടെ പാൻചാൻ ആയിരുന്നു. മിറ്റ്സുയും ബാക്കിയുള്ളവരെല്ലാവരും അവിടെ ഉണ്ടായിരുന്നു. താക്കെമിച്ചി ഇവരെ കാണാൻ നിർത്തുന്നത് നന്നായിട്ട് സന്തോഷം വരികയും ചെയ്യും. പുള്ളിക്കാരൻ ചോദിക്കുന്നുണ്ട്, മിറ്റ്സുക്കും എന്ത് നടക്കുന്നു? അങ്ങനെ അവരെല്ലാവരും കൂടെ വന്നപ്പോൾ കുറച്ച് ബഹളം, കുറച്ച് സന്തോഷമായിട്ടുള്ള കുറച്ച് മൊമെന്റ്സ് ഒക്കെ ഉണ്ടായി. അപ്പൊ നമ്മുടെ ചിഫുവെ പറയുന്നുണ്ട്, താക്കെമിച്ചി നീ ഇവരോട് തന്നെ ആദ്യം ചോദിക്കും. പക്ഷെ അവരെയൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ താക്കെമിച്ചി മനസ്സ് മാറ്റി. അവൻ ചോദിക്കുന്നില്ല എന്നൊരു മനസ്സിലേക്കാക്കി. അങ്ങനെ അവർ 2 പേരും അവിടുന്ന് പോകുവാണ്. അവരുടെ ഇവിടെ നമ്മുടെ ഹക്കായി ഉണ്ടായിരുന്നു. ഹക്കായിക്ക് അവിടെ ആകെപ്പാടെ ഇങ്ങനെ മടുത്ത് കുത്തിയിരിക്കുകയാണ്. അപ്പൊ നമ്മുടെ താക്കെമിച്ചി പറയുന്നുണ്ട്, ഹക്കായ് നീ വേറെ ഒന്നും ആലോചിക്കണ്ട, നീ ഇപ്പൊ പോകുന്ന പോലെ അങ്ങോട്ട് പൊക്കോ, നീ ഫ്യൂച്ചർ സെറ്റ് ആയിരിക്കും. അതെന്താണ് നീ അങ്ങനെ പറഞ്ഞത്? താക്കെമിച്ചി നമ്മുടെ ഹക്കായി ചോദിക്കുന്നുണ്ട്. എന്നിട്ട് അവർ അടുത്ത സ്റ്റേഷനിൽ ഇറങ്ങി അവർ 2 പേരും 2 വഴിക്ക് പോകുവാണ്. ചിഫുയെ നമ്മുടെ താക്കെമിച്ചിട്ട് ചോദിക്കുന്നുണ്ട്, എടാ നീ അവരോട് ചോദിക്കാൻ വേണ്ടിയല്ലേ പോയത്, പക്ഷെ നീ എന്താ ഒന്നും മിണ്ടാഞ്ഞത്?
എടാ നീ അവരെ കണ്ടില്ലേ, അവരെല്ലാവരും നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട്, അവർക്ക് ഇഷ്ടമുള്ളതാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞാനിപ്പോൾ അത് അവരോട് ചോദിച്ചു കഴിഞ്ഞാൽ അതെല്ലാം പോകത്തില്ലടാ, അതുകൊണ്ടാണ് ഞാൻ ചോദിക്കാഞ്ഞത്. ഓ അങ്ങനെയാണോ? പെട്ടെന്നായിരുന്നു ചിഫുയ്ക്ക് ആ ഒരു മെസ്സേജ് വരുന്നത്. അയ്യോ താക്കിമിച്ചി ഞാൻ പോണു കേട്ടോ, ഞാൻ ആ കാര്യമേ മറന്നു, എന്റെ ഷിഫ്റ്റ് തുടങ്ങാൻ സമയമായി, എന്തായാലും നാളെ കാണാം. താക്കിമിച്ചി ഞെട്ടുന്നുണ്ട്, ഷിഫ്റ്റോ, ഇവനെന്നെ ജോലി വല്ലതും കിട്ടി? താക്കിമിച്ചി ഞെട്ടിപ്പോകും, കാര്യം നമ്മുടെ ചിഫുയെ ഒരു പെറ്റ് ഷോപ്പിൽ ഇവ ജോലിക്ക് കയറിയിരിക്കുകയാണ്. പക്ഷെ അതെല്ലാം കാണുന്നത് താക്കിമിച്ചിയുടെ മനസ്സ് വീണ്ടും വീണ്ടും മടുക്കാൻ തുടങ്ങും. കാര്യം പെഹിയാൻ, പാൻസിൻ, മിറ്റ്സുയ, ചിഫുയ എല്ലാവരും അവരുടെ സ്വപ്നത്തിലാണ് ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അവരുടെ സ്വപ്നം അവരുടെ കയ്യിൽ നിന്ന് തട്ടിപ്പറിക്കാൻ നമ്മുടെ താക്കിമിച്ചിക്ക് ആഗ്രഹമില്ല. അവനൊരു സ്ഥലത്ത് വന്ന് ഓടിക്കതച്ച് നിന്നിട്ട് പറയുന്നുണ്ട്, എനിക്ക് ആരെയും ഇതിൻ്റെ അകത്ത് ഇൻവോൾവ് ചെയ്യാൻ സാധിക്കത്തില്ല, അവരെല്ലാവരും അവരുടെ ഇഷ്ടത്തിലാണ് ജീവിക്കുന്നത്, അതുകൊണ്ട് ഇത് ഞാൻ ഒറ്റക്ക് നേരിടണം. പക്ഷേ എനിക്കൊരു ക്ലൂ പോലും ഇല്ലല്ലോ. പെട്ടെന്ന് താക്കിമിച്ചിയുടെ ഫോൺ ബെല്ലടിക്കാൻ തുടങ്ങും. അത് നമ്മുടെ ഡ്രാഗൻ ആയിരുന്നു. താക്കിമിച്ചി നിനക്കൊന്നും ഇവിടെ വരെ വരാൻ പറ്റുമോ എന്ന് ചോദിച്ചുകൊണ്ടാണ് ഈ ഒരു ചാപ്റ്റർ ഇവിടെ അവസാനിക്കുന്നത്. സോ വീഡിയോ ഇഷ്ടപ്പെട്ട ആ പേജ് ലൈക്ക് ചെയ്യാൻ മറക്കണ്ട, അതേപോലെ നമ്മുടെ പേജ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണം കേട്ടോ. പിന്നെ എന്തെങ്കിലുമൊക്കെ ഒന്ന് റെഡിയാക്കണമെന്നുണ്ടെങ്കിൽ താഴെ കമന്റ് ചെയ്ത് പറഞ്ഞാൽ മതി, എല്ലാം നമുക്ക് സെറ്റാക്കാം.